നമ്മുടെ മാർക്കറ്റ് മൂവർ ഇൻട്രാഡേ സ്കാനറിൽ ഒരു ഫീച്ചർ ആഡ് ചെയ്തിരുന്നു. ആ ഫീച്ചറിന്റെ പേരാണ് ഓർഡർ ഫ്ലോ ഡെൽറ്റ. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് ഓർഡർ ഫ്ലോ ഡെൽറ്റ എന്നും അതിന്റെ ഫീച്ചേഴ്സും അതെങ്ങനെ നമുക്ക് ഇൻട്രാഡേയിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഓർഡർ ഫ്ലോ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ അത് ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആർക്കാണ് അപ്പർ ഹാൻഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതായത് ഒരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ബയേഴ്സിനാണോ അല്ലെങ്കിൽ സെല്ലേഴ്സിനാണോ ഇപ്പോൾ അപ്പർ ഹാൻഡ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡാറ്റ ഉപയോഗിക്കുന്നത്. അതിൽ രണ്ട് രീതിയിലാണ് നമുക്ക് ഡെൽറ്റ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്ന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. അതിൽ പോസിറ്റീവ് ഡെൽറ്റ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബയേഴ്സ് ആണ് അതിൽ അഗ്രസീവ് എന്നും അവരാണ് ഡോമിനേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നെഗറ്റീവ് ഡെൽറ്റ ആണെങ്കിൽ അതിൽ നമുക്ക് സെല്ലേഴ്സ് ആണ് ഡോമിനേറ്റിംഗ് എന്നും അവർക്കാണ് അപ്പർ ഹാൻഡ് എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് മാർക്കറ്റ് മൂവറിൽ രണ്ട് സെക്ഷൻ ആണുള്ളത്. നമുക്ക് അപ്സൈഡ് എന്നും ഡൗൺ സൈഡ് എന്നും രണ്ട് ലൊക്കേഷനുകളുണ്ട്. അപ്സൈഡിൽ നമ്മൾ മുകളിലേക്ക് പോകുന്ന ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകളും ഇവിടെ ഡൗൺ സൈഡിലാണെങ്കിൽ ബെയറിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണെന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്സൈഡിൽ വരുമ്പോൾ നമ്മൾ പോസിറ്റീവ് ഡെൽറ്റയുള്ള സ്റ്റോക്കുകളാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ഞാനിത് നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇത് ഡെൽറ്റ നമുക്ക് റിയൽ ടൈം ആയിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എൻട്രി എടുക്കുമ്പോൾ ഇപ്പോൾ അപ്സൈഡിൽ നമുക്ക് ഒരു എൻട്രി എടുക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ഡെൽറ്റ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് നമുക്ക് എൻട്രിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. നമുക്കത് കാണാൻ വേണ്ടി നമ്മൾ ഈ ഡെൽറ്റ എന്ന് പറയുന്ന ഈ ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ഡെൽറ്റ വരുന്ന സ്റ്റോക്കുകൾ ഓട്ടോമാറ്റിക്കലി സോർട്ട് ചെയ്യും ഇവിടെ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഡെൽറ്റ ഒന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ഡെൽറ്റയുള്ള സ്റ്റോക്കുകൾ നമുക്ക് ആദ്യമേ ഇവിടെ കാണാം. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പെർഫോമൻസ് ഇവിടെ കാണാം. ഇത് രാവിലെ മുതൽ നെഗറ്റീവ് ഡെൽറ്റ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണത്. ഇത് മറ്റൊരു സ്റ്റോക്കും, ഇതും അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ഡെൽറ്റയുള്ള മറ്റൊരു സ്റ്റോക്കാണ്. ഇനി പോസിറ്റീവ് നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ഡെൽറ്റ മാത്രം സോർട്ട് ചെയ്യണമെങ്കിൽ ഈ ഡെൽറ്റ എന്ന് പറയുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ഡെൽറ്റ ആയിട്ടുള്ളതും നെഗറ്റീവ് ഡെൽറ്റ ആയിട്ടുള്ളതും സ്റ്റോക്കുകൾ മാത്രം ഈ സ്കാനറിൽ ലിസ്റ്റ് ചെയ്യും. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഡെൽറ്റ ഉള്ള സ്റ്റോക്ക് നമുക്ക് എടുത്തു നോക്കാം. നമുക്ക് ഈ സ്റ്റോക്ക് നോക്കിയാൽ അറിയാം, ഓൾറെഡി അപ്സൈഡിൽ വന്ന പോസിറ്റീവ് ഡെൽറ്റ ഉള്ള സ്റ്റോക്കാണത്. അതിന്റെ പെർഫോമൻസ് നമുക്ക് ഇവിടെ കാണാം. മറ്റൊരു സ്റ്റോക്കാണ്, അതിന്റെയും പെർഫോമൻസ് നമുക്ക് കാണാം. ഇത് മറ്റൊരു സ്റ്റോക്കാണ്, അതും നമുക്ക് കാണാം പെർഫോമൻസ്. നമ്മളിവിടെ ഡെൽറ്റ ഉപയോഗിക്കുന്നത് ഒരു അഡീഷണൽ കൺഫർമേഷൻ വേണ്ടിയാണ്. ഈവൻ ദോ നമ്മൾ ഒരു അപ്സൈഡിലേക്കോ ഡൗൺ സൈഡിലേക്കുള്ള സ്റ്റോക്കുകൾ എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്ന സമയത്ത് ആർക്കാണ് അപ്പർ ഹാൻഡ് എന്ന് മനസ്സിലാക്കി നമുക്ക് ആ സമയത്ത് ഒരു എൻട്രി എടുക്കാൻ സാധിക്കുന്നു. ഇതിന്റെ വലിയൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ രാവിലെ 9:30 അല്ലെങ്കിൽ 10 മണിക്കോ നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാൻ സാധിച്ചില്ല എന്ന് വെക്കുക. പക്ഷെ നിങ്ങൾ ഫ്രീ ആയത് ഒരു 12 മണിക്കോ അല്ലെങ്കിൽ 11 മണിക്കോ ആണെങ്കിൽ ആ സമയത്ത് സ്ട്രെങ്ത് ഉള്ള ഏത് സ്റ്റോക്കാണെന്ന് മനസ്സിലാക്കി ഏത് സ്റ്റോക്കിലാണ് ഇപ്പോൾ ബയേഴ്സിന്റെ സ്ട്രെങ്തോ അല്ലെങ്കിൽ സെല്ലേഴ്സിന്റെ സ്ട്രെങ്തോ കൂടുതലുള്ളതെന്ന് നോക്കി മനസ്സിലാക്കി അത്തരം സ്റ്റോക്കുകളിൽ നമുക്ക് എൻട്രി എടുക്കാൻ ഈ ഡെൽറ്റ ഉപയോഗിച്ച് ഈസി ആയി ചെയ്യാൻ സാധിക്കും.